സാധിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ വിഷയം വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ്. നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കുവാനും നന്ദി പറയുവാനും പ്രകീർത്തിക്കുവാനുമായിട്ടുള്ളൊരു വിഷയമാണ്. വിജ്ഞാനത്തിൻ്റെ ദാതാവായ ദൈവത്തെ സ്തുതിക്കാൻ കിട്ടിയ ഒരു ദിവസമാണെന്ന്. വിജ്ഞാനം നമ്മളെ കൂടുതലും സമൃദ്ധിയിലേക്ക് നയിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് ഈ ഇടവകയ്ക്കുള്ളത്. കാരണം വിജ്ഞാനം കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുന്നൊരു സമുദായവും സമൂഹമൊക്കെയാണ് നമ്മൾ എന്ന് പറയുന്നതിൽ അഭിമാനിക്കാം. ഒത്തിരി പേര് ഈ ഇടവകയിൽ വിശ്വാസികൾ മാത്രമല്ല, ഈ വിശ്വാസത്തോട് പങ്കുചേരുന്ന കൂറും മമതയും കാണിക്കുന്ന മറ്റാൾക്കാരും ഒരുപാട് പേര് വിജ്ഞാനത്തിൽ വളരുവാനായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ദേവാലയവും പരിസരവും അന്തരീക്ഷവും ഒക്കെ ആണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും. ഇവിടെ ഒത്തിരി പേര് ജോലി നേടിയിട്ടുള്ളവരുണ്ട്, ഒത്തിരി പേര് വിദ്യാസമ്പന്നരായിട്ടുള്ളവരുണ്ട്, ഒത്തിരി പേര് അറിയപ്പെടുന്ന വ്യക്തികളായിട്ട് സമൂഹത്തിൽ സാമൂഹിക നിലവാരങ്ങളിലൊക്കെ എത്തപ്പെട്ട വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും ആ ഒരു സാമുദായികപരമായിട്ടുള്ള ഇടവകയുടെ വളർച്ചയുടെ ഭാഗമായിട്ടൊക്കെ മാറുവാൻ സാധിച്ചത് മറ്റൊന്നുമല്ല, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വളരുന്നത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് അഭിമാനപരസ്യം നമുക്കെല്ലാവർക്കും പറയാൻ സാധിക്കണം. അതിന് ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ സാധിക്കണം. ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വിജ്ഞാനത്തിനാണ് എപ്പോഴും അതിന് സമൂഹത്തോട് കൂറും മമതയും കാണിക്കുവാനായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതിബദ്ധതകളായി തീരുവാനായിട്ടൊക്കെ സാധിക്കുകയും ചെയ്യും.